തൊടയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തടവാൻ തുടങ്ങി. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്തു. സാരിയാണ് വേറെ തിരിക്കണേ, എന്തോ ടച്ച് ചെയ്യണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇറങ്ങാൻ നേരത്ത് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ അടിപൊളിയായിരുന്നോ? അതൊക്കെ മടിയിലോട്ട് കൈ കൊടുത്ത് ചെയ്യാം. പാവം പ്രായമുള്ളല്ലേ. പിടുത്തം കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ എവിടെ പിടിക്കാനാണ് ഉദ്ദേശം. നേരത്തെ നോട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരിക്കും. അതെ, പ്രോ ആയിരിക്കും ഈ കാര്യത്തില്. പക്ഷെ കൂടുതൽ ആൾക്കാരും അതിനെതിരെ റിയാക്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം, വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ആയിരിക്കും. അങ്ങനെ ഒരു റീസൺ വെച്ചിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നടന്നപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. എന്തായാലും ഇന്ന് നമ്മൾ IFFKയിൽ ആ ചോദ്യമാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് കുറവാണ്. മുന്നേ ഉപയോഗിച്ചിരുന്ന സ്ഥിരമായിട്ട് ഇപ്പൊ കുറവാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉപയോഗിക്കാറില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസോ നേരിടേണ്ടി വന്നിട്ടുണ്ട്? സർവ്വസാധാരണമാണല്ലോ. ഒരു തവണ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രായം ഒരു 60 വയസ്സിന് മേലുണ്ടായിരിക്കും. 60-65 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. പുള്ളി നല്ല ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. പ്രായത്തിന് മാനിച്ച് ഞാൻ എൻ്റെ സീറ്റിൽ, അത് ലേഡീസ് സീറ്റ് ആണെങ്കിലും പുള്ളി ഇങ്ങനെ, ഞാൻ കരുതി പുള്ളിക്ക് വയ്യാണ്ടിരിക്കുമായിരിക്കും. പുള്ളി ഞാൻ അടുത്ത സീറ്റ് കൊടുത്തു, ഇരിക്കാൻ സീറ്റ് കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളീൻ്റെ മുഖത്തോട് നോക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം ഞാൻ ചിരിച്ച് കാണിച്ചു പ്രായമൊക്കെ. അപ്പോൾ സ്മെല്ല് എനിക്ക് അടിച്ചു തുടങ്ങി. അപ്പോൾ പുള്ളി നൈസായിട്ട് എൻ്റെ മുഖത്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഈ തൊടയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തടവാൻ തുടങ്ങി. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്തു. കരണക്കുട്ടിക്ക് എടുത്തു. എന്നിട്ട് പിന്നെ എന്നാ പറഞ്ഞു, ഞാൻ അടിച്ചപ്പോഴത്തേക്കിനും കണ്ടക്ടർ വന്നു. പിന്നെ അടുത്തിരുന്ന ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു, പുള്ളിനെ ഇറക്കി വിട്ടു. നമ്മളോട് ഇങ്ങോട്ടൊരു സമുദായം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ ബാൻ ചെയ്യാം. അങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ലീഗലി പോകാനൊന്നും നിന്നില്ല? ലീഗലി പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ പാവം അത്രയ്ക്കുള്ള ധൈര്യമുള്ളൂ. മനസ്സിലായോ? മനുഷ്യർക്ക് അത്രയ്ക്കുള്ളതേ ഉള്ളൂ. ബസ്സിൽ കയറി ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ജനറൽ സീറ്റ് അല്ല, ഇങ്ങ് അറ്റത്തെ സീറ്റാ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരാൾ അടുത്ത് നിപ്പുണ്ടായിരുന്നു. കുറെ നേരമായിട്ട് ഇങ്ങനെ ഒരസിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് തോന്നി. ഞാൻ ഉടനെ തന്നെ പ്രതികരിച്ചു. പക്ഷേ ബാക്കിയുള്ളവരാരും ഒന്നും സംസാരിച്ചൊന്നുമില്ല. ഞാൻ 2-3 തവണ പറഞ്ഞ ശേഷമാണ് അയാൾ മാറാൻ വരെ തയ്യാറായത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ആൾക്കാർ പ്രതികരിക്കാത്തത് അവർക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നുള്ള ഉദ്ദേശം. അതെ, ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ആ വണ്ടി നിർത്തലാക്കി ഇനി അവർക്ക് വീട്ടിൽ പോകാൻ താമസിക്കാതിരിക്കാനായിരിക്കും അവരാരും ഒന്നും പറയാത്ത. പക്ഷെ ഞാൻ പ്രതികരിച്ചു, ഞാൻ തിരിച്ചു പറഞ്ഞായിരുന്നു. പിന്നെ അയാൾ മാറി നിന്നായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലൈക്ക് അന്ന് നമുക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ ഇത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ദേഹത്തൊക്കെ ഇങ്ങനെ അനാവശ്യമായി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആരാണ്? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? പുരുഷന്മാരെ അല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു ഇച്ചിരി പ്രായമായ ആൾക്കാർ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആ രീതിയിൽ തന്നിട്ടുണ്ട്. നല്ല തള്ളാണ് ബസ്സിൽ. ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് കയറുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് വഴി കയറാൻ പറ്റില്ല. നോർമലി ഉണ്ടല്ലോ, ഫ്രണ്ട് വഴി പെണ്ണുങ്ങൾ സ്ത്രീകൾ കയറണം, ബാക്ക് വഴി പുരുഷന്മാർ കയറണം. അങ്ങനെയല്ല, നോർമലി നമ്മൾ വരുമ്പോൾ ചേച്ചി ഫ്രണ്ട് വഴി കയറും എന്ന് പറയല്ലോ. പക്ഷെ എനിക്ക് ആ സമയത്ത് പറ്റില്ല. ഞാൻ തിരക്കിനിടയിലൂടെ കയറി. നമ്മൾ കയറി നിൽക്കുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എന്തോ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന, സാരിയാണ് വേറെ തിരിക്കണേ. സോ എന്തോ ടച്ച് ചെയ്യണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ഇത്രയും പോലും ബോൾഡ് അല്ലാത്ത ഒരാളാണ്. ഇപ്പൊ ഇമോഷണലി ഭയങ്കര വീക്ക് ആവുന്ന ഒരാളാണ്. രാവിലെ ജോലിക്ക് പോകുന്നത് അത്ര ഓക്കെ ആയിട്ടായിരിക്കില്ല. ചിലപ്പോൾ ഈ മൺഡേ സിൻഡ്രോം ഒക്കെ ഉള്ള എന്നെ പോലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്തോ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന തോന്നുന്നുണ്ട്. ഇറങ്ങാൻ നേരത്ത് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ അടിപൊളിയായിരുന്നോ? ചെറിയൊരു ഇറിറ്റേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ആ സംഭവം? അതായത് നമ്മളിപ്പം ബസ്സിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്ന ടൈമില് നിൽക്കേണ്ടി വരും. സീറ്റൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് നല്ല അവിടെ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കേണ്ടി വരുമല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ അങ്ങനെ തൊട അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യാറില്ല? റിയാക്ട് ചെയ്യാൻ 1-2 വട്ടം നോക്കും, എന്നിട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും. അത് ഈ ഇറങ്ങി പോകുന്ന സമയത്തുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത്രയും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് കൂടെ ഒന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. ഇറങ്ങി പോകുന്ന സമയത്ത് അപ്പൊ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ബസ്സിലായിരുന്നു എനിക്ക്, ഞാൻ ട്രെയിനിലായിരുന്നു. അപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇറങ്ങുന്ന സമയത്തായിരുന്നു അവര് എന്താ പറയാ, തട്ടിയിട്ട് പോകുന്ന കണക്ക് ഗ്രാബ് ചെയ്തിട്ടാ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയാ ചെയ്തിട്ട് പോകുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കുണ്ട്. അതും ചെന്നൈ പോകുന്ന ഇതായിരുന്നു. ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇടയിലുള്ള ഇറങ്ങുന്നതിന് മുമ്പ് അതെനിക്ക് ഒന്ന് നേരത്തെ നോട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരിക്കും. അതെ, പ്രോ ആയിരിക്കും ഈ കാര്യത്തില്. അങ്ങനെ
പ്രോ എന്ന് അല്ലാതെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൾ ഇറങ്ങി ഓടി, അത്രേ ഉള്ളൂ. ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒന്നും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത്? ഇത് വെച്ചാൽ ഒന്നാമത് വെച്ചാൽ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ തിക്കും തിരക്കും കാര്യങ്ങളും, അപ്പൊ അവര് അത് തന്നെ ഇങ്ങനെ ചെയ്തതാണോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അബ്യൂസ് വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് പറയാനുള്ളൊരു മടിയുണ്ട്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ എൻ്റെ ഒരു കഥയും കൂടി അയക്കാം. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളോട് അന്ന് ഇവിടെ വന്ന് പറഞ്ഞു. എന്താണ് അത് സംഭവം, എക്സ്പ്ലെയിൻ ചെയ്യാവോ? തിരക്കുള്ള ബസ്സാണ്. അപ്പോൾ കണ്ടക്ടർ വന്നപ്പോൾ ഞാൻ കുറച്ച് ബേക്കോട്ട് മാറി നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ ചെവിയിൽ, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ തോന്നലാണെന്ന് വിചാരിച്ചു. പിന്നെ അയാൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ എന്നോട് ഇറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. അയാൾ ഇറങ്ങി പോകുമ്പോൾ അപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ടയോ? റിയാക്ട് ചെയ്യണം, ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യണം. ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ, ഞാൻ വേറെ കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അത് പറ്റിയില്ല. അപ്പൊ ഇനി മുതൽ എന്തായാലും റിയാക്ട് ചെയ്യണം. +2 സമയത്ത് ഇതാണക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഈ ചില അമ്മാവന്മാരുണ്ട്, ഈ ഞരമ്പ് രോഗമുള്ള കുറച്ച് അമ്മാവന്മാർ. ഒരു ദിവസം KSRTC ആണ്, നമ്മൾ ഈ സ്റ്റോട്ടിൽ നിന്ന് ബസ് കയറി കുടപ്പനക്കുന്നിൽ, എൻ്റെ വീട് കുടപ്പനക്കുന്നാണ്, കുടപ്പനക്കുന്നിലോട്ട് പോണ വഴിക്ക് ഈ പറഞ്ഞ കണക്ക് അടുത്തൊരു മാവൻ വന്നിരുന്ന അമ്മോനെ എന്നൊക്കെ ചോദിച്ച് എളുപ്പം അതൊക്കെ മടിയിലോട്ട് കൈയൊക്കെ അടിച്ച് ചെയ്യാൻ പാവം പ്രായമുള്ളല്ലേ. പിടുത്തം കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ എവിടെ പിടിക്കാനാണ് ഉദ്ദേശമെന്ന്. പിന്നെ നടപടി ആവൂല എന്ന് മനസ്സിലായി, ചൂടായി, എന്നിട്ട് സീറ്റ് മാറി ഇരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാവം ഇനി അങ്ങേരെ മക്കളും മരുമക്കളും ഉള്ള ആൾക്കാരാണെങ്കിൽ നാണക്കേടാണ്. സോ വെറുതെ ഒരു വള്ളി എടുത്ത് വെക്കേണ്ടെന്ന് കരുതിയിട്ട് അന്നത് വിട്ട് ഇപ്പോഴെങ്ങാനും ആയിരിക്കണം വേറെ കയറ്റിങ്ങെങ്കിൽ. ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഒരു പ്രശ്നമാക്കാതെ നമ്മൾ തന്നെ അവിടെ നിന്ന് മാറി ഇരുന്നിട്ടേ ഉള്ളൂ. കാരണം അതൊരു പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. റിയാക്ട് ചെയ്യല്ലേ വേണ്ടത് വാസ്തവത്തിൽ? അതായിരുന്നു ഇപ്പോഴതിനൊക്കെയുള്ള ധൈര്യം നമുക്കായത്. അതിന് മുമ്പിട്ട് ഇതൊരു വർഷങ്ങൾക്ക് മുമ്പിട്ട് നടന്ന സംഭവമാണ്. അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് ധൈര്യം ഇല്ലായിരുന്നു. ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുന്നതായിരിക്കും. നോട്ടങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഫിസിക്കലായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ചുറ്റും നടക്കാറുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ ഇപ്പോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെതിരെ റിയാക്ട് ചെയ്യണ്ടേ? ചെയ്യണം. പക്ഷെ കൂടുതൽ ആൾക്കാരും അതിനെതിരെ റിയാക്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ഉദ്ദേശമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ആയിരിക്കും. അങ്ങനെ ഒരു റീസൺ വെച്ചിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് എല്ലാവർക്കും ചിലപ്പോൾ ഉള്ളിൽ റിയാക്ട് ചെയ്യണം തന്നെ ആയിരിക്കും പൊതുവേ ഗേൾസിന്റെ എൻ്റെ ഒരു ഇതിൽ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ നാട്ടും പുറത്തൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടാവും. ഗേൾസിന് പൊതുവേ ആണുങ്ങളായ പോലെ അല്ലല്ലോ കണ്ടീഷൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെന്നില്ല, ചുറ്റുമുള്ളവർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്നോട് ചോദിക്കുമ്പോൾ തോന്നുന്ന ഒരാൾ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ച് അടുത്ത് വന്ന് നിന്നൊരു ഇതുണ്ടായിരുന്നു. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭയങ്കര മണം, ഭയങ്കര നമ്മളിങ്ങനെയൊക്കെ മാറി നിൽക്കാന്ന് വെച്ചാൽ അവിടെ ചുറ്റുള്ളവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ടെങ്കിലും ആരും അങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ ഒരു തവണ പറഞ്ഞൊരു ഓർമ്മയുണ്ട്, ചേട്ടാ ഒന്ന് മാറി നിൽക്കുക, അങ്ങനെ എന്തോ കുറെ നാളായി. അപ്പോൾ ആ സമയത്ത് ആള് എന്താന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും സപ്പോർട്ട്, അവര് തന്നെ സ്വയം പറയുന്നുണ്ടെങ്കിലും ഇവരോട് നേരിട്ട് പറയാൻ ആർക്കും ഒരു ധൈര്യമില്ല. ഈ കുറച്ച് പ്രായമുള്ള ആന്റിമാരൊക്കെയാണ്, പക്ഷെ ആരും പറയുന്നില്ല. അപ്പൊ നമ്മൾ ചുറ്റുമുള്ളവരെ സപ്പോർട്ട് ചെയ്താലാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും ട്രെയിനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ താഴെ കമന്റ് ബോക്സ് വിശാലമായിട്ട് കിടപ്പുണ്ട്. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. മാത്രമല്ല ഇതുപോലുള്ള നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മറ്റുള്ള ആൾക്കാരോട് പോയി ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കാനും മറക്കരുത്.